അണ്ണാ അവള് വളയൊന്നും തോന്നില്ല ഏട്ടാ, ഭയങ്കര ജാടാ. ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരുടെ ഇഷ്ടം തോന്നിട്ട് മാത്രം കാര്യമില്ല, അവരെ ഇംപ്രസ് ചെയ്യിക്കുന്നോടാ. ഇംപ്രസ്സാ? നിങ്ങളും തെളിച്ചു പറഞ്ഞാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിവുള്ളവരാണ് ഇഷ്ടം. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? കഴിവാ അണ്ണാ, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണ ഞാനാണ്. അമ്മയ്ക്ക് തേങ്ങ തിരികെ കൊടുക്കും, റേഷൻ കടയിൽ പോവും, പട്ടിയെ കുളിപ്പിക്കും, എല്ലാം ചെയ്യും. മഴ വരുമ്പോഴേ അശ കിടക്കണ തുണി എടുത്താത്തിടൂ. ആ ഇടും. അയ്യ എടാ പൊട്ട, അതല്ല പറഞ്ഞത്. നിനക്ക് കലാപരമായിട്ടുള്ള വല്ല കഴിവുണ്ടോ? അതൊക്കെ എന്തിനാ? എടാ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവ് വേണം. നീ കണ്ടിട്ടില്ലേ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഒരു പെണ്ണിന്റെ പിറകെ പാട്ടും പാടി ഇറങ്ങുന്നത്? നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാ അറിഞ്ഞൂടണ്ണ. പാട്ട് പാടാൻ അറിഞ്ഞതോ? ഓക്കെ പോട്ട്. നീ വാരണമായിരം സിനിമയിലെ സൂര്യ ഗിറ്റാറും വായിച്ച് ആ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങണ കണ്ടിട്ടുണ്ടോ? ഗിറ്റാർ വായിക്കാൻ അറിയാമോ? അറിഞ്ഞൂടണ്ണ. എടാ പിന്നെ നിനക്ക് എന്തോ കഴിവുണ്ട്. എനിക്ക് ചെറുതായിട്ട് ഫ്ലൂട്ട് വായിക്കാൻ അറിയാം. പണ്ട് MG ശ്രീകുമാറിന്റെ ഗാനമേളക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. അന്ന് വയറിളൊക്കെ കണ്ട് പോകാൻ പറ്റിയില്ല, അതാണ്. എടാ അത് മതി, നീ ഫ്ലൂട്ട് വായിച്ച് ഇംപ്രസ് ചെയ്യാൻ നോക്ക്, അവള് വളയും. ഓക്കെ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അയ്യോ, ഹലോ, ഹായ്. എന്തേട്ടാ? എനിക്ക് തന്നോടൊരു കാര്യം പറയണം. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ചേട്ടാ അത് ഞാൻ വെയിറ്റ്, ഫസ്റ്റ് ഐ വിൽ ഇംപ്രസ് യു. ശ്രദ്ധിച്ചു കേട്ടോണേ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ചേട്ടാ സത്യമായിട്ടൊരു കാര്യം പറയണമെങ്കിൽ കുറച്ച് ഇഷ്ടം ചേട്ടത്ത് എനിക്കുണ്ടായിരുന്നു. അത് ഇന്നത്തോടെ പോയി കിട്ടി. മേലിൽ എന്റെ കൺമുന്നിൽ വന്നു പോകരുത് കേട്ടല്ലോ. മ്യൂസിക് സെൻസ് ഇല്ലെന്ന് തോന്നുന്നു. അണ്ണാ അവക്കൊരു മ്യൂസിക് സെൻസ് ഇല്ല കേട്ടാ. അവളിനി കൺമുന്നിൽ കണ്ടുപോലെന്ന് പറഞ്ഞെന്നെ. അവക്കല്ല മ്യൂസിക് സെൻസ് ഇല്ലാത്തത്, MG ശ്രീകുമാറിന്. അയാൾക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിന്നെ വിളിക്കുമായിരുന്ന. എന്തിനാ നിങ്ങൾ അങ്ങനെ പറയണത്? നിനക്ക് പറ്റിയ ഫ്ലൂട്ടേ ഇതല്ല, അത് വേറെ. വേറെയാ? അതെന്തോന്ന് ഫ്ലൂട്ട്?